വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ഇതൊക്കെ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കട എടുത്ത് വെച്ചോടെ വണ്ടിയാണ്. എന്നാ ചെയ്യണം? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന് ചേട്ടൻ കൊടുക്കാം. വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത് സ്റ്റിയറിംഗ് ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എനിക്ക് പറയാം. ഷിൻചിത എഫക്ട് അടുത്ത പങ്ക്തിയാണ് നമ്മളിപ്പോ കണ്ടതെന്ന് പറയുന്നത്. കാരണം ഒരു ഫോണും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും എന്ത് നാടകവും അരങ്ങേറും എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുകയാണ് ഈ പറയുന്ന വ്യക്തികൾ. അതിൽ ഇപ്പോൾ നമ്മൾ കണ്ട നാടകം അരങ്ങേറിയിരിക്കുന്നത് ഫസ്മിന, തൊപ്പിയുടെ മുൻ കാമുകി ആയിരുന്ന ഫസ്മിന. അപ്പോൾ ഇവരൊരു ഓട്ടോയിൽ കയറിയിട്ട് സ്റ്റുഡിയോയിൽ പോകണം. സ്റ്റുഡിയോയിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ ഓട്ടോക്കാരൻ ചേട്ടൻ കേട്ടത് സ്റ്റുഡിയോ എന്നാണ്. പുള്ളിക്കാരന് സ്റ്റുഡിയോ ഏതാണ് അതാണെന്നൊന്നും അറിയാമേ. സ്റ്റുഡിയോ ഇവിടെ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ട്, ഏത് സ്റ്റുഡിയോ പോകേണ്ട എന്നുള്ള തരത്തിലായി. പിന്നെ അത് വേറൊരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഒരു പാവപ്പെട്ടവന്റെ ജീവിതമാർഗം എങ്ങനെ തൊലയ്ക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചെയ്തു കൂട്ടിയ കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഷിൻചിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് ജയിലിൽ പോയി പിന്നെ തിരിച്ചിറങ്ങി വന്ന് ഇപ്പോൾ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. മരിച്ചുപോയ ആ പാവപ്പെട്ടവനും അയാളുടെ കുടുംബത്തിനും നഷ്ടം. ഇവർക്കൊക്കെ തന്നെ എന്ത് നഷ്ടം, എന്ത് ചക്ക, എന്ത് തേങ്ങ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുക. ഇപ്പോൾ അടുത്ത ഫസ്മിനയുടെ അടുത്ത ഉടായ്പ് നാടകം. ആ നാടകത്തിൽ ഒരു ഓട്ടോക്കാരൻ പാവപ്പെട്ടവന്റെ ജീവിത മാർഗം നശിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുക. അവസാനം ഗതികെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കള്ളു കുടിക്കാത്ത അങ്ങേരെ കള്ളുകുടിയൻ വരെ ആക്കുന്ന തരത്തിലോട്ട് ഈ ഫസ്മിന കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ്. അയാളെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, അയാളെ തന്നെ വീഡിയോയിൽ വന്ന് വെളിപ്പെടുത്തുന്നുണ്ട്, ഇതുവരെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. അങ്ങനെ തെളിയിച്ചാൽ 1 ലക്ഷം രൂപയും തൻ്റെ ഓട്ടോയിൽ താൻ കൊടുക്കുമെന്നുള്ള തരത്തിൽ അയാൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ അസുഖം, അല്ലെങ്കിൽ എന്താണ് ഇവരുടെയൊക്കെ സൂക്കേട് ശരിക്കും പറഞ്ഞാൽ? റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തരം നാടകവും കളിക്കുക, എന്നിട്ട് ആരുടെയും ജീവിതം തൊലയ്ക്കുക. ഒരു പെണ്ണെന്നുള്ള പരിഗണനയിൽ പല രീതിയിലുമുള്ള മ്ലേച്ഛകരമായിട്ടുള്ള നാടകങ്ങൾ കാണിക്കുക. കട്ടപ്പാര എടുത്ത് പാതിരാത്രി കക്കാനിറങ്ങുന്നതാണ് നല്ലതെന്ന് പറയേണ്ടി വരും. അമ്മാതിരിയുള്ള ചെയ്ത്താണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ വയസ്സായ പാവം അങ്ങേരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഈ തരമാണ് ഈ വീഡിയോ. എന്നിട്ട് റീച്ചിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നങ്ങ് തള്ളി ആ ഒരു തരത്തിൽ. അതാണ് അയാളുടെ ലൈസൻസ് വരെ കട്ട് ചെയ്യണം എന്നുള്ള തരത്തിലായി ഫസ്മിനയുടെ ആ ഒരു അവകാശവാദം. എന്താ നാടകമല്ലേ ശരിക്കും പറഞ്ഞാൽ. അവസാനം അയാൾ തന്നെ രംഗത്ത് വന്നിട്ട് പറയുന്നു തൻ്റെ ഓട്ടോ ഇപ്പം ആരും വിളിക്കുന്നില്ല, അതാണ് ഇതാണെന്ന്. അയാളുടെ ജീവിത മാർഗം നശിപ്പിച്ചിട്ട് എന്ത് സുഖമാണ് കിട്ടിയത്. അയാളോടുള്ള ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അയാളെ കള്ളുകൂടിയാനാക്കി ആ ഓട്ടോയിൽ നിന്നും ആ ദേഷ്യപ്പെട്ട് ഇറങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇതൊക്കെ തന്നെ പല രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നാടകമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഈ പറയുന്ന വ്യക്തി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തുറന്നടിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ്. നാടകങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? 4 വ്യൂസിന് വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള ഉടായിപ്പ് കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്ന് പറയുന്നത് പുച്ഛം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നതെന്ന് പറയുന്നത്. നടപടി എടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതമാർഗം തൊലച്ചിട്ട് അയാളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിലോട്ട് ഇമാതിരി വീഡിയോ എടുത്ത് അയാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇവർക്കെതിരെ സത്യം പറഞ്ഞാൽ കേസെടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. അതൊരു പെണ്ണെന്നുള്ള പരിഗണന പോലും ഈ ഒരു സാഹചര്യത്തിൽ കൊടുത്തുകൂടാ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം അവർ ആ ഒരു പരിഗണന വെച്ചിട്ടാണ് പല രീതിയിൽ പല തരത്തിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുനിയുന്നതെന്ന് പറയുന്നത്. അവരുടെ ജീവിതം മാർഗം വെച്ചിട്ട് അവരുടെ ജീവിതം വെച്ചിട്ടാണോ ഇവറ്റുകൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്നതെന്ന് പറയുന്നത് പരമ കഷ്ടമെന്ന് മാത്രമേ പറയാം.